ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഇടിയപ്പം കറിയാണ് കേട്ടോ. ഇടിയപ്പം അല്ല നമ്മുടെ ഇന്നത്തെ താരം. അപ്പം ഞാൻ ഇടിയപ്പം കുഴയ്ക്കുന്നത് കണ്ട് എന്നെ സഹായിക്കാനെന്നുള്ള വ്യാജേന ഇവിടെ സിങ്കിൽ കിടന്ന പാത്രത്തിൽ അത്രയും വെള്ളം നിറച്ച് കളിക്കുകയാണ് കേട്ടോ ദാ ഈ കുട്ടി. അപ്പം നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ദാ ഈ കാണുന്ന ഈ ഗണ്ണ് പോലത്തെ സാധനമാണ്. ഇത് തൊക്കല്ല, ഇത് എന്താണ്, നമ്മൾ ഇടിയപ്പം കറക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ്. അപ്പോഴും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിലേക്ക് മാവ് നിറച്ചു കൊടുക്കുക, എന്നിട്ട് ആ ഗണ്ണ് പോലത്തിലേക്ക് ഗണ്ണ് പോലെ ഇരിക്കുന്ന സംഗതിയിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് കയറ്റി ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ അതങ്ങ് അങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താ ഇതുപോലെ സുഖമായിട്ട് നമുക്കിതിനെ നമ്മുടെ മാവിന് നമുക്ക് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. നമ്മളെല്ലാം ചെയ്യുന്ന പോലെ പല പല അച്ചുകളുണ്ട്, പല ഇതിന് ഉപയോഗിക്കണം. ഇതുപോലെ റിവേഴ്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഉള്ളിലേക്ക് പോയിക്കോളും, വേറെ ഒരു പാടുമില്ല. സാധാരണ ഇവിടെ ഏട്ടൻ പിടിക്കുമ്പോൾ ഞാൻ പിഴിയും, അല്ലെങ്കിൽ ഞാൻ പിഴിയുമ്പോൾ ഏട്ടൻ പിടിക്കും. അത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞ എന്തായാലും കാര്യം മനസ്സിലായല്ലോ. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാറ്. ഇത് നമുക്കൊരു ബാധ്യതയായി തുടർന്നതിനെ കൊണ്ട് നമ്മൾ വാങ്ങിച്ചൊരൈറ്റാണ് കേട്ടോ. ഇത് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മളെല്ലാ സപ്പോർട്ട് കേബിളിലും ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെന്താ ഉള്ളത്, ഇതിനെയൊക്കെ നമ്മൾ ഇഡലി തട്ടിനകത്തേക്ക് വെച്ച് ആവി കയറ്റി നല്ല സുഖമായിട്ടുള്ള പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം അങ്ങ് കഴിക്കുക, അത്ര തന്നെ.